ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അപ്പോൾ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് കയറി പെടേണ്ടവരും ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് ഇന്നും. മമ്മൂക്കാടെ എല്ലാ സിനിമയിലും ഇപ്പോൾ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അപ്പോൾ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് നമുക്ക് ഒരു സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. രേഖാചിത്രം എന്നുള്ളൊരു സിനിമ നമുക്ക് എന്നൊരു നടൻ്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം നമുക്ക് തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്ര ആളുകളുടെ ഗുഡ്വില്ലിനെ ബാധിക്കാം. നമുക്ക് തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം. ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിന് വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറിയെന്ന് കഴിഞ്ഞാൽ ആ സിനിമയാവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞിട്ടുള്ളതില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റില്ല. വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ്ടേ, അത്രയേ ചെയ്തിട്ടുള്ളൂ.